വലിയ ബഹളവും പരസ്പരം കൗൺസിൽ അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലും ഉണ്ടായിരിക്കുന്നു. കോർപ്പറേഷൻ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒരു കൗൺസിൽ അംഗത്തിൻ്റെ ഷർട്ട് വരെയും വലിച്ചു കീറിയ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം LDF BJP കൗൺസിലർ തമ്മിലാണ് ഏറ്റുമുട്ടിയതെങ്കിൽ ഇപ്പോൾ UDF കൗൺസിലർമാരും ഈ നടുത്തളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. വലിയ ഏറ്റുമുട്ടലുണ്ടാകുന്നു. ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഇതിപ്പോൾ കൗൺസിലർമാർ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സംഘർഷത്തിലേക്ക്, വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? ഡാൻ, ഇത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? അറ്റൻഡൻസ് ബുക്ക് എടുത്ത് കാണിച്ചു. ഉൾപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും പാസാക്കിയതായി വ്യക്തമാക്കിക്കൊണ്ട് കൗൺസിൽ യോഗം അവസാനിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കൗൺസിൽ പാസാക്കി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. കൗൺസിൽ കൂടി കൗൺസിൽ പാസാക്കി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. 400ഓളം വിഷയങ്ങളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. എന്താണ് നമ്മുടെ അവസ്ഥ? നേരെ ചെവേ ഒരു പുറപ്പെടുന്ന തരത്താഴ്ന്ന ഭരണസമിതിയാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഇവിടെ UDFന്റെ കൗൺസിലർമാർ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടുകയായിരുന്നു. വനിതകളടക്കമുള്ള കൗൺസിലർ മിനിറ്റ്സ് ബുക്ക് ഒപ്പിടുമ്പോൾ ചെമ്പഴന്തി ഉദയൻ എന്ന് പറഞ്ഞ ആഭാസിയായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വനിതാ കൗൺസിലർമാരെ പിച്ച് ചിന്തുകയും കൗൺസിലർമാരെ അടിക്കുകയാണ്. കാരണം നമ്മുടെ വനിതകളെ അടിക്കാൻ അവകാശം ആരും കൊടുത്തിട്ടില്ല. നമ്മളാരും ഒന്നും പോയിട്ടില്ല. അവനൊക്കൊന്നും മേയാറുള്ളതല്ല. അവനൊക്കെ ആരായിരുന്നു മേയാറുള്ളത്? ഇവിടുത്തെ കൗൺസിലർമാരെ, നമ്മുടെ ചേച്ചിമാര്. കൗൺസില് കൂടി അടിക്കാൻ കളിക്കുന്ന ഇവിടെ കളി വേണ്ട കേട്ടോ. ഇവിടെ കളിക്കാൻ വന്നേക്കുന്നു. കളിയാ കോൺഗ്രസിനോട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസം കോൺഗ്രസിന്റെ UDFന്റെ വനിതകളെ അറ്റാക്ക് ചെയ്തേക്കാണ്. ആ വിദ്യാഭ്യാസ കമ്മിറ്റി എന്ത് വിദ്യാഭ്യാസ കമ്മിറ്റി? വിദ്യാഭ്യാസത്തിനാണ് സ്ത്രീകളായിട്ട് അടിക്കുകയാണ്. അത് വിദ്യാഭ്യാസ കമ്മിറ്റി. അതുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല. CPM കളിക്കുന്ന കളി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി.